സംസ്കരിക്കാൻ കഴിയാതെ അജ്ഞാത മൃതദേഹം ആംബുലൻസിൽ. പനങ്ങാട് കായലിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന് 20 ദിവസത്തെ പഴക്കമുണ്ട്. സംസ്കരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകന്റെ ആരോപണം. ശ്മശാനങ്ങൾ കയറിയിറങ്ങിയെങ്കിലും സംസ്കരിക്കാൻ സാധിച്ചില്ല എന്നും പരാതി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒരു 6 അടി മണ്ണിന് വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ വാതിക്ക് കാത്തു കെട്ടി കിടക്കുക. അനാഥ മൃതദേഹമോ 6 അടി മണ്ണ് കിട്ടാൻ വേണ്ടി കാത്തു കെട്ടി കിടക്കുക. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്താണ് ഇതിൽ സംഭവിച്ചത്? ഈ പോലീസിൻ്റെ മറ്റധികൃതരുടെ ഒക്കെ വിശദീകരണം എന്താണ്? ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ്? കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ നിതിൻ. വിജിത്, പനങ്ങാട് കായലിൽ നിന്ന് ഈ മാസം 4-നാണ് മൃതദേഹം ലഭിച്ചത്. അതിനുശേഷം മൃതദേഹം ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. ഇന്നാണ് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പിന്നീട് സംസ്കരിക്കാനായി കൊണ്ടുപോയത്. ഇത് ബന്ധുക്കൾ ആരെങ്കിലും ഈ മൃതദേഹത്തെ അന്വേഷിച്ചു വരുമെന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയും നാൾ വരാതെ തുടർന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോയപ്പോഴാണ് ഇതിൽ ഈ ആദ്യം ആലുവ മുനിസിപ്പാലിറ്റിയോട് ഈ മൃതദേഹം സംസ്കരിക്കാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ, അതായത് തദ്ദേശ സ്ഥാപനത്തിന് കീഴിൽ മാത്രമേ മൃതദേഹം സംസ്കരിക്കാൻ കഴിയുള്ളൂ എന്ന അവർ ആദ്യം പറഞ്ഞ ഒരു കൈമറന്നൊരു നടപടിയാണ് ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ പുല്ലേപ്പടി ശ്മശാനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അജ്ഞാത മൃതദേഹമായതിനാൽ ഇത് സംസ്കരിക്കാൻ മാത്രമേ, അതായത് കുഴിയെടുത്ത് അതിൽ സംസ്കരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. മൃതദേഹം കത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പല ശ്മശാനത്തിലും ഇപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തകൻ കയറിയിറങ്ങി അവിടെയൊന്നും തന്നെ സംസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പുഴുവരിച്ച നിലയിലാണ് മൃതദേഹം ഉണ്ടായിരിക്കുന്നത്. അഴുകി പുഴുവരിച്ച നിലയിൽ മൃതദേഹം ഇത്തരത്തിൽ സംസ്കരിക്കാനുള്ള ഒരു സംസ്കരിക്കാൻ പറ്റാതെ വലിയ ബുദ്ധിമുട്ട് ഈ സാമൂഹ്യ പ്രവർത്തകൻ അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പരിധിയിലുള്ള ശ്മശാനങ്ങളിൽ മാത്രമേ ഇങ്ങനെ മൃതദേഹം സംസ്കരിക്കാൻ കഴിയുള്ളൂ എന്ന് അധികൃതർ പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു ബുദ്ധിമുട്ട് ഈ സാമൂഹ്യ പ്രവർത്തകർ നേരിടുന്നത്. എന്തായാലും പുല്ലേപ്പടി ശ്മശാനത്തിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. ശരി, സംസ്കരിക്കാൻ കഴിയാതെ അജ്ഞാത മൃതദേഹം ആംബുലൻസിൽ തുടരുകയാണ്. പനങ്ങാട് കായലിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന് 20 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് വിവരം.